നമസ്കാരം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. അവിടെ ഹിന്ദു സന്യാസിമാരെ കൂട്ടത്തോടെ ജയിലിലാക്കുകയാണ് സർക്കാർ. ലോകരാജ്യങ്ങളൊക്കെ തന്നെ വലിയ ആശങ്ക ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ഇന്ത്യ ബംഗ്ലാദേശിന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് കൂടുതൽ ശക്തമായി ഇപ്പോഴും ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് പാകിസ്ഥാനിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിയിരിക്കുകയാണ് ബംഗ്ലാദേശ് എന്ന വാർത്ത വരുന്നത്. 52 വർഷങ്ങൾക്ക് ശേഷമാണ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് ഇത്തരത്തിൽ ആയുധങ്ങൾ വാങ്ങിയിരിക്കുന്നത്. ആയുധ ശേഖരവുമായി ബംഗ്ലാദേശ് കപ്പൽ പാകിസ്ഥാനിൽ എത്തിയിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതോടുകൂടി മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല സർക്കാർ അധികാരത്തിലെത്തുകയും ആ അധികാരം കിട്ടിയ ഉടൻ തന്നെ വെടിമരുന്നും റൈഫിളുകളും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് വാങ്ങിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരത്തിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ബംഗ്ലാദേശ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതും പാകിസ്ഥാനിൽ നിന്നാണ് ആയുധങ്ങൾ വാങ്ങിയിരിക്കുന്നത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മറ്റ് രാജ്യങ്ങളോട് ബംഗ്ലാദേശ് ആയുധങ്ങൾ തരാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഒരു രാജ്യവും നൽകാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ പാകിസ്ഥാൻ മാത്രമാണ് ഇപ്പോൾ ആയുധങ്ങൾ നൽകാൻ ബംഗ്ലാദേശിനോട് സമ്മതം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ആയുധങ്ങൾ ബംഗ്ലാദേശിൽ എത്തിയിരിക്കുന്നത്. 1971 ശേഷമാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനിനോട് ആയുധങ്ങൾ വാങ്ങുന്നത്. 50,000 വെടിയുണ്ടകളും 50 ടൺ RDX സ്ഫോടക വസ്തുക്കളുമാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള ഈ നീക്കം, ബംഗ്ലാദേശിന്റെ നീക്കം ലോകരാജ്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യവും ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.